ചുരുക്കം കവികൾക്ക് മാത്രമാണ് കവിതയിലൊരു കാലാവസ്ഥ സൃഷ്ടിക്കാൻ കഴിയുക എന്ന് പറയാറുണ്ട്. കവിതയിലൊരു കാലാവസ്ഥ സൃഷ്ടിക്കുക എന്നതിനർത്ഥം ഒരാൾ ഒരു വലിയ കവിയായി ജീവിക്കുന്നു, ധാരാളം മഹിമയുറ്റ കവിതകൾ എഴുതുന്നു എന്ന് മാത്രമല്ല, മറിച്ച് ധാരാളം കാവ്യ വഴികൾക്ക് തുടക്കം കുറിക്കുന്നു, കവിതയ്ക്ക് ഉപയുക്തമായ അല്ലെങ്കിൽ കവിതയെ ഊർജ്ജസ്വലമാക്കാൻ പോകുന്ന അറിവുകളും ആശയങ്ങളും അവയുടെ അനുഭവ പ്രപഞ്ചവും ഒക്കെ രൂപപ്പെടുത്തുന്ന നാനാതരം പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി ഒരാൾ നിലകൊള്ളുന്നു എന്നത് കൂടിയാണ്. അത് സ്വന്തം കവിതയെ വൈവിധ്യപൂർണമാക്കിക്കൊണ്ടാണ്, സ്വന്തം കവിതയെ കവിതയുടെ എല്ലാ പ്രകാരങ്ങളിലേക്കും സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ളതാക്കിക്കൊണ്ടാണ് ഒരു ഭാഗത്ത് ഒരാൾ അങ്ങനെ ചെയ്യുക. മറുഭാഗത്താകട്ടെ തൻ്റെ കാവ്യ ഭാഷയെ, തൻ്റെ കവിതയുടെ ഭാഷയെ അല്ലെങ്കിൽ കാവ്യ സന്ദർഭത്തെ ആകാവുന്നത്ര വൈവിധ്യപൂർണവും ആകാവുന്നത്ര ബഹുസ്വരവുമൊക്കെ ആക്കി തീർക്കാൻ ബോധപൂർവമായി ശ്രമിക്കുക എന്നതും അതിൽ പ്രധാനമാണ്. അത്തരമൊരു ശ്രമത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കവിതയെക്കുറിച്ചുള്ള, കാവ്യഭാഷയെക്കുറിച്ചുള്ള, കവിതയുടെ രൂപത്തെക്കുറിച്ചുള്ള അന്തിമവും ദൃഢവുമായ വിധിതീർപ്പുകൾക്ക് മുതിരാതെ ആകാവുന്നത്ര തുറന്ന ഒന്നായി കവിതയെ സമീപിക്കാനുള്ളൊരു സന്നദ്ധതയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കവിതയുടെ രൂപസംവിധാനങ്ങൾ, അതിൻ്റെ അനുഭവ മണ്ഡലങ്ങൾ, അതിലെ ഭാഷാരൂപങ്ങളൊക്കെ ചരിത്രത്തിൽ നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കും. ആ പരിണാമത്തിൻ്റെ ഏതെങ്കിലും ഒരു പടവിലാണ് ഏത് കവിയും ജീവിക്കുക. അതുകൊണ്ട് എല്ലാ കാലത്തേക്കും വേണ്ട കവിത വാസ്തവത്തിൽ ആരും എഴുതുന്നില്ല. പിൽക്കാലം എഴുതപ്പെട്ട കവിതകളിൽ നിന്ന് തങ്ങളുടേതായ ചില അനുഭൂതി സഞ്ചയങ്ങളെ കണ്ടെടുക്കുമെന്നത് ശരിയാണെങ്കിലും എല്ലാ കാലത്തിൻ്റെയും കാവ്യരൂപങ്ങൾ, കാവ്യ സംസ്കൃതി ഏതെങ്കിലും ഒരു കവിതയിൽ സന്നിഹിതമായിരിക്കുന്നു എന്ന് നമുക്ക് പറയുക വയ്യ. അത് ആലങ്കാരികമായി പറയാറുണ്ട്. മഹാഭാരതത്തെക്കുറിച്ച് അങ്ങനെ പുകഴപ്പെട്ടൊരു ശ്ലോകമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതിഹാസ്തിത ധന്യപ്രായന്യഹാസ്തിന് തത്വജി എന്ന് പറയും. ഇതിലില്ലാത്തതൊന്നും ലോകത്തിലില്ല എന്ന്. അതൊരു ആലങ്കാരിക വചനാണ്. കവിതയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്തും കവിതയിൽ സാധ്യമാണ് എന്ന് വരുത്തുന്ന മട്ടിൽ കവിതയുടെ ഒരു അന്തരീക്ഷത്തെ തുറസുള്ളതാക്കാൻ രൂപപരമായി, ഭാഷാപരമായി, പ്രതിപാദ്യങ്ങളെ മുൻനിർത്തി, ആവിഷ്കാര രീതികളെ മുൻനിർത്തി കവിതയെ തുറസുള്ളതാക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാവുകയും അതിന് ഉപയുക്തമായ പശ്ചാത്തല സംവിധാനങ്ങൾ ഒരുക്കുകയും പ്രസിദ്ധീകരണ രീതികൾ ഉണ്ടാക്കുകയും കാവ്യാലാപന രൂപങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ കവിതയെ ഒരു ഭാഗത്ത് തൻ്റെ സർഗാത്മകതയുടെയും മറുഭാഗത്ത് അതിനു വേണ്ട ഈ സർഗാത്മക വികാസത്തിന് ഉതകുന്ന ഒരു പശ്ചാത്തല പ്രവർത്തനത്തിൻ്റെയും ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോൾ മാത്രമാണ് വാസ്തവത്തിലൊരു കാലാവസ്ഥയെ സൃഷ്ടിക്കാൻ കഴിയുക. ആ നിലയിൽ മലയാളത്തിൽ ആധുനികതാ പ്രസ്ഥാനമെന്നോ ആധുനികതാവാദമെന്നോ ഒക്കെ നാം വിളിച്ചു പോരുന്ന മോഡേണിസ്റ്റ് കാവ്യ സംസ്കൃതിയുടെ ഒരു ലോകത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ 3-4 പതിറ്റാണ്ട് കാലം അതിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുകയും ഒരുപക്ഷെ നമ്മുടെ മോഡേണിസ്റ്റ് കാവ്യ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വൈവിധ്യപൂർണമായ, ഏറ്റവും സർഗാത്മകമായ, ഏറ്റവും രൂപപരവും ആവിഷ്കാരപരവുമൊക്കെയായ പരീക്ഷണങ്ങൾ ധാരാളമായി നടത്തിയ, ഒരുപക്ഷെ കവിതയെക്കുറിച്ചുള്ള ആലോചനയെ ആകാവുന്നത്ര അതിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുപോയ ഒരു കവി കൂടിയാണ് പണിക്കർ സാർ. അതുകൊണ്ട് പണിക്കർ സാറിനെ ഓർക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കവി എന്ന നിലയിലല്ല, ഞാൻ പറഞ്ഞതുപോലെ ഒരു കാലാവസ്ഥയെ നമ്മുടെ ഭാഷയുടെ കാവ്യചരിത്രത്തിൽ രൂപപ്പെടുത്തിയ ഒരു വലിയ കവി എന്ന നിലയിൽ കൂടി നമ്മൾ കാണണം. വലിയ കവികൾ നമുക്കുണ്ട്, പക്ഷെ അവരെല്ലാം ഇങ്ങനെ ചെയ്ത ആളുകളല്ല. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശാന്തൻ പറഞ്ഞു, ഏത് തരത്തിലുള്ള കാവ്യപരമായ പ്രവൃത്തികളെയും ഉൾക്കൊള്ളാനുള്ളൊരു സന്നദ്ധതയും അത് പ്രകാശിപ്പിക്കാനുള്ളൊരിടവും
പുതിയ കവികൾക്ക് നിലനിൽക്കാനുള്ള ഒരു അടിത്തട്ടുമൊക്കെ ഒരുക്കി കൊടുക്കുന്ന വലിയ ഒരു ഭൗതികമായ ഇടപെടലും അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ യോപ്പണിക്കർ സാറിൻ്റെ കവിതകളെ മുൻനിർത്തിയുള്ള ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുതിരുന്നത്. ഇത് വളരെ വിപുലമായൊരു പ്രമേയമാണ്. ഞാൻ അതിൻ്റെ ഒരു രൂപരേഖ അവതരിപ്പിക്കാനേ മുതിരുന്നുള്ളൂ. അത് ആധുനികതാവാദം എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ആധുനികതാ പ്രസ്ഥാനം എന്നൊക്കെ പല പേരുകളിൽ പ്രതിപാദിക്കപ്പെടുന്ന ഒരു സാഹിത്യ കലാപ്രസ്ഥാനത്തിൻ്റെ ഭാവുകത്വത്തിൻ്റെ രാഷ്ട്രീയ സ്വരൂപത്തെ സംബന്ധിച്ചാണ്. ഇത് പണിക്കർ സാറിൻ്റെ കവിതയെ സംബന്ധിച്ച് പ്രത്യേകമായൊരു പ്രശ്നമാണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കവിതകളെ രാഷ്ട്രീയമെന്നോ അല്ലെങ്കിൽ സാമൂഹിക ജാഗ്രത ഇല്ലാത്ത കവിതകളോ എന്നൊക്കെ ധാരാളമായിട്ട് വിലയിരുത്തുകയും വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തല പരിസരം ഉണ്ട്. അതുകൊണ്ടുകൂടി ഈ പ്രമേയത്തെക്കുറിച്ചുള്ള ആലോചന, ഇങ്ങനെ ഒരു പ്രമേയം സച്ചിമാഷാണ് എന്നോട് അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കും എന്ന് നിർദ്ദേശിക്കുക കൂടി ചെയ്തത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രമേയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ മുതിരുന്നത്. ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക്, ആലോചനയിലേക്ക് കടക്കുമ്പോൾ ഒരുപക്ഷെ വളരെ കൗതുകമുള്ളൊരു നിരീക്ഷണത്തിൽ നിന്ന് അത് തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. അത് മോഡേണിസത്തിൻ്റെ ഒരു സാമൂഹികമോ രാഷ്ട്രീയമോ ആയ ഉള്ളടക്കത്തെക്കുറിച്ച് വളരെ പ്രമുഖനായൊരു സാമൂഹ്യ ചിന്തകൻ നടത്തിയ ഒരു നിരീക്ഷണമാണ്. സിഗ്മണ്ട് ബൗമൻ എന്നു പേരായ ഒരു പൊളിറ്റിക്കൽ തിയറിസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റ്. അദ്ദേഹം കാവ്യനിരൂപകനൊന്നുമല്ല, എങ്കിലും അദ്ദേഹം ഒരു സന്ദർഭത്തിൽ എഴുതിയ ഒരു വാക്യം, വരാനിരിക്കുന്ന മോഡേണിസ്റ്റ് ഭാവുകത്വത്തെ ആകമാനം മുൻകൂറായി സംഗ്രഹിച്ച ഒരു രൂപകം മാർക്സ് എഴുതിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അത് ആ വിശദീകരണം കൊണ്ട് തന്നെ കൗതുകം ജനിപ്പിച്ചൊരു കാര്യമാണ്. മാർക്സ് ഒരു സന്ദർഭത്തിൽ മൂലധനം ലോകത്തുണ്ടാക്കാനിരിക്കുന്ന മാറ്റം എന്താണ് എന്ന് വിവരിക്കുന്ന സമയത്ത് 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ അദ്ദേഹം ഒരു മെറ്റഫർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻടു എയർ എന്നാണ്. ഖരമായതൊക്കെ ആവിയായി തീരും എന്നാണ്. മൂലധനത്തിൻ്റെ പടപാച്ചിലുകൾ എല്ലാ അതിർവരമ്പുകളെയും ഇല്ലാതാക്കും, പുറത്തു നിന്നതൊക്കെ ഇളകും, രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ പൊട്ടിപ്പളരും, മൂലധനം എല്ലാറ്റിനെയും തല്ലിമാറ്റി അരികുകളിലേക്ക് കൊണ്ടുപോകും, മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ മാറും. ഇങ്ങനെ വളരെ കാവ്യാത്മകമായി വിശദീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ പ്രയോഗം നടത്തുന്നത്. ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻടു എയർ, ഖരമായതൊക്കെ ആവിയായി തീരും എന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ പിന്നീട് എലിയറ്റ് 1922 അദ്ദേഹത്തിൻ്റെ വേസ്റ്റ് ലാൻഡിൽ ഈ ആശയത്തെ സൂചിപ്പിക്കുന്ന മട്ടിൽ, അല്ലെങ്കിൽ ഈ ആശയത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന മട്ടിൽ ഒരു മെറ്റഫർ വേറെയും ഉപയോഗിക്കുന്നുണ്ട്. സൺ ഓഫ് മാൻ, വാട്ട് യു നോ, മനുഷ്യപുത്ര നിനക്കെന്തറിയാം, യു നോ ഓൺലി എ ഹീപ്പ് ഓഫ് ബ്രോക്കൺ ഇമേജസ്, നിനക്കറിയുന്നത് ഭഗ്നബിംബങ്ങളുടെ ഒരു കൂമ്പാരം മാത്രം. ഒരുപക്ഷെ പുതിയൊരു കാലത്തെക്കുറിച്ചുള്ള, ബൗമൻ പറയുന്നത് ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്ന് എലിയറ്റ് എഴുതിയതും തിങ്സ് ഫാൾ അപ്പാർട്ട് എന്ന് എയ്റ്റ്സ് എഴുതിയതും ഒക്കെ അതിലേക്കെല്ലാം വഴി തുറക്കുന്ന ഒരു സൂചനയാണ് ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻടു എയർ എന്നത്. ഒരാൾക്ക് നിക്കക്കള്ളി ഇല്ലാണ്ടാവുന്നു. ഒരുപക്ഷെ ചങ്ങമ്പുഴയുടെ കവിതയിൽ വരാനിരിക്കുന്ന ഒരു വലിയ ഭാവുകത്വ പരിണാമത്തിൻ്റെ സൂചന കണ്ടെടുത്തുകൊണ്ട് കേസരി ബാലകൃഷ്ണപിള്ള പറയുന്ന ഒരു കാര്യം, ചങ്ങമ്പുഴയുടെ തത്വശാസ്ത്രം, ചങ്ങമ്പുഴയ്ക്ക് ഒരു നിലപാടില്ലാത്തത് കൊണ്ട്, അദ്ദേഹം അനുദിനം നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ചങ്ങമ്പുഴ ഒരു മോശപ്പെട്ട കവിയാണെന്നും ഒക്കെ വിധി തീർപ്പ് വന്നൊരു കാലമുണ്ട്. ഞങ്ങൾ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലൊരു യോഗം ചേർന്ന് ചങ്ങമ്പുഴ കവിത എഴുത്ത് നിർത്തണം എന്ന് പ്രമേയവും പാസാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചും ചങ്ങമ്പുഴ ഒരു കവിത എഴുതി കേട്ടോ. അതാണ് ആ പ്രമേയം കൊണ്ടുണ്ടായൊരു ഗുണം. അങ്ങനെ ഒക്കെ വിമർശിക്കപ്പെട്ട സമയത്ത് കേസരി ചങ്ങമ്പുഴയുടെ തത്വശാസ്ത്രം എന്ന ഒരു കവിത ഒരു പ്രബന്ധ ഉണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വാസ്തവത്തിൽ ചങ്ങമ്പുഴയ്ക്ക് ഒരു തത്വശാസ്ത്രമുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, ഒരാൾ എന്തായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുവോ അതായി തുടരാൻ ഈ സമുദായം അയാളെ അനുവദിക്കുന്നില്ല എന്നതാണ്. ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല.
ഉറച്ചു നിൽക്കാൻ ഒരു ഇടമില്ലാതായിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് കാലുവെന്ത നായെപ്പോലെ പായുന്ന ഒരാളാണ്. ഇതൊരു കാലത്തിൻ്റെ അനുഭവഘടന മാറി വരുന്നതിൻ്റെ അടയാളമാണ് എന്ന് കേസരി വാസ്തവത്തിൽ നാൽപ്പതുകളിൽ പറയുന്നുണ്ട്. ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ പാടുന്ന പിശാചിലൊക്കെ ഒക്കെ നമുക്ക് ഈ പറയുന്ന ഒരു സർറിയലിസ്റ്റ് ഭാവനയുടെ ആദ്യാങ്കുരങ്ങളെ കാണാൻ പറ്റും. ഒറ്റപ്രത്തിയിൽ 1000 ഉടലുകൾ കെട്ടുപിണഞ്ഞൊരു മണിനാഗം എന്ന് പറഞ്ഞ് ചന്ദനലതയിൽ അധോമുഖ ശയനം ചന്തമുടങ്ങനെ ചെയ്യുമ്പോൾ എന്നൊക്കെയുള്ള മനസ്സിനിലേക്ക് ബിംബകൽപ്പനകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ആധുനിക കവിതയുടെ ചില പൂർവ്വ സന്ദർഭങ്ങളെ ചങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ കാവ്യ സംസ്കാരത്തിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് എന്ന് കാണാം.